ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടയും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസിയായി 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഈ ബട്ടർ കേക്ക്. മുട്ട ചേർക്കുന്നില്ലെങ്കിലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് വരെ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്ര എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബട്ടർ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഒരു ബൗളിലേക്ക് 75 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി സ്മൂത്തായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് നിറയെ മൈദ, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 1 സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കുക. പൊടികളെല്ലാം നന്നായി മിക്സ് ആകാനും തരികളില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി അരിച്ചെടുത്ത മാവ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തപ്പോൾ ബാറ്റർ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ 1/2 കപ്പ് പാലെടുത്തതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് കുറേശ്ശെ ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. 2 പ്രാവശ്യമായി ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്ത് ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്തായി ഇതുപോലെ ഒരു തട്ട് വയ്ക്കാം. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം ഒരു ബേക്കിംഗ് പാത്രം എടുത്ത് കുറച്ച് ബട്ടർ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പർ അതിനകത്ത് വെച്ച് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയുടെ പകുതി ഭാഗം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബബിൾസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ട്രേ അകത്ത് വെച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഈ ബട്ടർ കേക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആകാറായി. കേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റിക്ക് കൊണ്ട് ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം. കുറച്ചുകൂടി വേകാനുണ്ട്. സ്റ്റിക്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായി വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം സൈഡൊന്നും വിടുവിക്കാതെ തന്നെ ബേക്കിംഗ് പാത്രം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ച് ഇതുപോലെ ഇളക്കിയെടുക്കാം. വളരെ ഈസിയായി തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റാം. നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് കേക്കായിട്ടാണ് കിട്ടിയത്. വെറും 15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയത്. വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാം. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റാണ്. നോൺ കഴിക്കാത്തവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കേക്കാണിത്. ഈവനിങ് സ്നാക്സായി
ടീ കേക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. സോഫ്റ്റും ടേസ്റ്റിയുമായ ഈ ബട്ടർ കേക്ക് നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. എൻ്റെ കുക്കിംഗ് വീഡിയോകൾ കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.